യാത്രികനാണ്. നമുക്ക് വെൽക്കം ചെയ്യാൻ ഹിച്ച് ഹൈക്കിംഗ് നോമാഡ് മഹീനസ്. നമസ്കാരം. നമസ്കാരം. എവിടായിരുന്നു? ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA-ലാണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ. ഒരുപാട് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ട്രാവൽ വ്ളോഗറാണ്. ബട്ട് അങ്ങനെ പറഞ്ഞതിനേക്കാളും നല്ലത് ആ ആളെ വിശേഷിപ്പിക്കാൻ സഞ്ചാരി എന്ന് തന്നെ പറയാം. കറങ്ങി നടന്നോ ഈ ഒരൊറ്റ കാര്യത്തില് എനിക്ക് നിന്നോട് അസൂയ. ഇത്രയും യാത്രകൾ നടത്തുന്ന ഒരാൾക്ക് എന്താ പറഞ്ഞ, ഓരോ കൺട്രീസ് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോ അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാരോട് പ്രണയം തോന്നാറുണ്ടോ? ഈടെ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്നും പെടില്ലല്ലോ. തീർച്ചയായിട്ടും പ്രണയം തോന്നാറുണ്ട്. ബട്ട് ഇപ്പൊ പ്രണയം കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള വലിയൊരു മനക്കെട്ടി ഉള്ളത് കൊണ്ട് അങ്ങനെ പ്രണയത്തിൽ അകപ്പെടാറില്ല. പറക്കുമ്പോ സൂക്ഷിക്കണം, വല്ല കെണിയിലോ വലയിലോ ചെന്ന് കുടുങ്ങും. അങ്ങനെ കുടുങ്ങിയാലും അതിൽ നിന്നൊക്കെ ഈസി ആയിട്ട് ഊരി പോരാനുള്ള വിദ്യ എനിക്കറിയാം. ഇപ്പൊ ഞാൻ കൗതുകത്തിന് പുറത്ത് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പുറമെ എന്താണ്, നമ്മൾ പുറത്ത് നിൽക്കുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന ആളുകളുടെ കാര്യം പറയുമ്പോൾ താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. അവർ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഓരോ കൺട്രീസ് ചെല്ലുമ്പോൾ ഓരോ ആൾക്കാരെ പരിചയപ്പെടാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗേൾസ്. പറയണ പൊന്നെ, പെമ്പിള്ളാരുടെ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ്. ഇഷ്ടമുള്ളതിനെ തെരഞ്ഞെടുക്കല്ലേ, ആരും ഒന്നും പറയൂല. ഇപ്പം എന്താ, ബോയ്സ് ആണെങ്കിൽ ഗേൾസിനെ പരിചയപ്പെടാം, ഗേൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബോയ്സിനെ പരിചയപ്പെടാം. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വരും ആളുകൾക്ക്. നിങ്ങൾ വലിയ ഭാഗ്യവാനാണല്ലോ എന്റെ ഈശ്വര. എന്ത് ഭാഗ്യം, അല്ലാതെ തന്നെ രണ്ടുണ്ട് എനിക്ക് ഒന്ന് പോയാ. അതായത് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അവൻ എന്ത് ഭാഗ്യവാനാണ് എന്നൊക്കെയുള്ള ചിന്ത വരും. ഭാഗ്യം മാത്രമല്ല മാരാരെ, അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ. അപ്പം ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിനൊക്കെ അങ്ങനെ താല്പര്യമുള്ള ആളാണോ? ഒരിക്കലും ഇല്ല. കാരണം പ്രണയങ്ങളെ എന്താ പറയാ, ഭയങ്കര വാല്യൂയോടെ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോ. മനസ്സിലായില്ലേ? അപ്പൊ പല ആളുകളും എന്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ കൂടുതൽ പെൺകുട്ടികളോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. അതിന്റെ കാര്യം വേറെയാണ്. കാരണം അതുവഴി എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസുകൾ കിട്ടാറുണ്ട്. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട, ഒന്നും തരണ്ട. ആഹാരത്തിന്റെ കാര്യമേ ഉള്ളൂ. ഞാനിവിടെ എവിടെയെങ്കിലും കിടന്നോളാം, കാർ ഷെഡിലോ മറ്റോ. ഒരു പെൺകുട്ടിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ എന്നെ വീട്ടിൽ കയറ്റി ഒരു ചായ തരുന്നതിനോടൊപ്പം തന്നെ അവരുടെ സൽക്കാരം കൂടെ വിളമ്പി തരും. സ്വന്തം ഭാര്യയാണോ അതോ വല്ലവന്മാരുടെയും ഭാര്യ വെച്ചുണ്ടാക്കുന്നതാണോ ഇഷ്ടം? നമുക്കിപ്പോ സ്വന്തം ഭാര്യ ഇല്ലാത്തതുകൊണ്ട് വല്ലവരെയും ഭാര്യ വെച്ചുണ്ടാക്കുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അതേസമയം ഞാനൊരു ആൺകുട്ടിയോടെ നടന്നു പോകുമ്പോൾ ആരും എന്നെ വിളിച്ച് ചായയും തരില്ല, അവരുടെ സംസ്കാരവും വിളമ്പാൻ പോകുന്നില്ല. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. യാത്ര എന്ന് പറയുമ്പോൾ അത്രയും എന്താ പറയാ, ഒരു വിലപ്പെട്ട ഒരു സംഭവമായിട്ട് നോക്കുന്ന ഇയാള് ഭയങ്കരനാട്ടാ, ഭയങ്കര. എന്താ സ്മാർട്ട്നെസ്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ 3 പെൺകുട്ടികളുണ്ട്. അതിലൊരു പെൺകുട്ടി തായ്വാനിലുള്ള പെൺകുട്ടി എന്റെ കൂടെ യാത്ര വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ലിസ്റ്റ്, നീണ്ട ഒരു ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണാവോ അങ്ങയുടെ ലിസ്റ്റിലുള്ളത്? സെക്ഷൽ റിലേഷൻഷിപ്പ് എന്റെ കൂടെ പുലർത്താൻ പറ്റില്ല എന്ന് ഞാൻ എന്താ പറയാ, വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി അതിന് ഓക്കെ പറഞ്ഞിട്ട് മാത്രമാണ് എന്റെ കൂടെ ആളുകൾ ജോയിൻ ചെയ്യുന്നത്. ഈ കുട്ടി എന്തെങ്ങനെ പടച്ചോനെ, ഇവന്റെ സീറ്റേ വരച്ചത് എന്റെ തലേ വരച്ചിരുന്നെങ്കിൽ. അതെങ്ങനെയാ? കർത്താവ് അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. മഹീൻ, ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിലൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്. നീ കൊഴയാതെ പറയാൻ വല്ലതുകൊണ്ട് നേരെ പറ. നിങ്ങൾ തമ്മിലുള്ള ഇതൊക്കെ എങ്ങനെയാണ്? ഏത് എനിക്ക് നാണം പറഞ്ഞു? സ്ട്രിക്ട്ലി പേഴ്സണൽ ആണ്, അത് എന്റെ സ്പേസ് അല്ല. എന്നാലും ഞാൻ ചോദിക്കാണ്, ആർ യു വെർജിൻ? അതാ നിനക്കൊരു നാണം. അവളെ ഇപ്പൊ ശരിയാക്കി തരാം. ഇതിന്റെ ആൻസർ പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് വിഷമാവും എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ, എനിക്ക് നല്ല ഇഷ്ടാ. ഇഷ്ടമാണ് അങ്ങനത്തെ. നിങ്ങൾക്ക് ഇഷ്ടാക്കുന്നേ. പിന്നീട് സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചത് യാത്രയുടെ എന്താ പറയാ, അനുഭവങ്ങൾ പറയാനാണല്ലോ, കൂടുതൽ എന്റെ ഒരു പേഴ്സണൽ ടോക്ക് എന്നുള്ള നിലയിൽ. എന്തുണ്ട് സമയായി, അപ്പം അതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല? നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ. നൈസായിട്ട് എസ്കേപ്പ് ആയി കേട്ടോ.